5 അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട നോമ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العظيم يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കുമേൽ നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. സിയാം എന്ന പദത്തിന് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളും ഉണ്ട്. വർജിക്കുക, ഒഴിവാക്കുക, സംയമനം പാലിക്കുക തുടങ്ങിയ അർത്ഥങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളായി നമുക്ക് കാണാം. സൗമ്, സിയാമ് എന്ന പദങ്ങൾക്കൊക്കെ ഖുർആനിൽ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് സൗമ് നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഗർഭിണിയായ ഈസാ നബിയുടെ മാതാവ് ആളുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ മറുപടി പറയാനാണ്. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ എൻ്റെ റഹ്മാൻ കാരുണ്യവാനായ പടച്ചതമ്പുരാന് സൗമ് നേർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് സംസാരം ഒഴിവാക്കാൻ, വർജിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒഴിവാക്കുക എന്നതാണ് സൗമ് എന്നതിന്, വർജിക്കുക എന്നതാണ്, സംയമനം പാലിക്കുക എന്നതാണ് സൗമ് എന്ന പദത്തിന് അറബി ഭാഷയിലുള്ള അർത്ഥം. ഇതിന്റെ സാങ്കേതിക അർത്ഥം അഥവാ ഇസ്ലാമിൽ നോമ്പ്, വ്രതം, അറബി ഭാഷയിൽ സൗമ്, സിയാമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം റാസി അതിനെ സംബന്ധിച്ച് പറയുന്നത് അൽ ഇംസാഖു മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബിശ് ശംസി. അൽ ഇംസാഖ് ഉപേക്ഷിക്കുക, വർജിക്കുക, മിൻ തുലൂഇൽ ഫജ്രി പ്രഭാതോദയം മുതൽ, ഇലാ ഗുറൂബിശ് ശംസി സൂര്യാസ്തമയം വരെ, അനിൽ മുഫ്തിറാത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, വർജിക്കുക, ഹാലൽ ഇൽമി ബി കൗനിഹി സ്വാഇമൻ നോമ്പുകാരനാണ് എന്ന ബോധ്യത്തോടെ, മാ ഇഖ്തിറാനിൻ നിയ്യ നിയ്യത്തോടുകൂടി ഉദ്ദേശപൂർവം നോമ്പുകാരനാണെന്ന ബോധത്തോടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപേക്ഷിക്കുന്നതിനാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ നോമ്പ് എന്ന് പറയുന്നത്.